ദൈവിക വെളിപാടിന് അല്ലെങ്കിൽ ദൈവിക വിളിക്ക് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. ദൈവം നമുക്ക് വെളിപാട് നൽകുന്നത് രണ്ട് വിധത്തിലാണ്: സ്വാഭാവികമായും അതിസ്വാഭാവികമായ രീതികളിലും. പ്രപഞ്ചത്തിലൂടെ സ്വാഭാവികമായി വെളിപ്പെടുത്തുന്നു. വിശുദ്ധ ഗ്രന്ഥം, സഭയുടെ പഠനങ്ങൾ, പ്രാർത്ഥന, ജ്ഞാനം ഇവയിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ അതിസ്വാഭാവിക വെളിപ്പെടുത്തലുകൾ ദർശിക്കാനാകും. ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ചില ഭാഗങ്ങൾ ഇപ്പോൾ ശ്രവിക്കാം. ഒരു നിമിഷം കൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കർത്താവിൻ്റെ വചനം ശ്രവിക്കുന്നതിനും അത് ഗ്രഹിക്കുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ കൃപയോടുകൂടി മാത്രമേ സാധിക്കുകയുള്ളൂ നമുക്കറിയാം. ആ ബോധ്യത്തോടുകൂടി ഒരു നിമിഷം കൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്നൊരു നിമിഷം കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ നാമത്തിൽ വചനം പങ്കുവയ്ക്കുന്ന എന്നെയും അവിടുത്തെ കൃപയാൽ നിറയ്ക്കണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ, ചൊരിയുക നിൻ ജീവൻ. ആത്മാവാം ദൈവമേ, ചൊരിയുക നിൻ ജീവൻ. കൃപകളിവരിൽ നിറഞ്ഞിടുവാൻ, വരങ്ങളിവരിൽ വളർന്നിടുവാൻ, കൃപകളിവരിൽ നിറഞ്ഞിടുവാൻ, വരങ്ങളിവരിൽ വളർന്നിടുവാൻ, ആത്മാവാം ദൈവമേ, നിറയുക നീ എന്നിൽ. ആത്മാവാം ദൈവമേ, നിറയുക നീ എന്നിൽ. ആത്മാവാം ദൈവമേ, നിറയുക നീ എന്നിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കർത്താവേ, നിൻ്റെ നാമത്തെ ഞങ്ങളിതാ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാ കൃപകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഈ മക്കളുടെ ഓരോരുത്തരുടെ മേലും വന്ന് നിറയുകയും ഞങ്ങളുടെ വചനം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്ന ഞങ്ങളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ശക്തികളും ഞങ്ങളെ മോചിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിലേക്ക് കർത്താവേ, നിന്റെ ശക്തി വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, നിന്റെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ വർഷിച്ചുകൊണ്ട് കർത്താവേ, വചനം ഗ്രഹിക്കുവാൻ വേണ്ട കഴിവ് നൽകിയതുപോലെ അതേ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേലും അയച്ചുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ശരീരത്തെയും ഒന്ന് വിശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ആത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് വചനം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ഇത് ഞങ്ങളെ തടസ്സപ്പെടുന്ന എല്ലാ ശക്തികളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും അകന്നു പോകട്ടെ. കർത്താവേ, നിന്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെല്ലാവരും വിശുദ്ധീകരിക്കപ്പെടട്ടെ. വചനം ശ്രവിക്കുവാനും സ്വീകരിക്കുവാനും തക്കവിധം ഞങ്ങളെല്ലാവരും ഒരുക്കപ്പെടട്ടെ. കർത്താവേ, നിന്റെ പരിശുദ്ധമായ അഭിഷേകം എൻ്റെ മേലും അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ, ഈ മക്കളോട് സംസാരിക്കുവാൻ നിന്റെ ആത്മാവിൻ്റെ അഭിഷേകവും ജ്ഞാനത്തിൻ്റെ വരവും എൻ്റെ മേൽ അയക്കണമേ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കൃപയും സംരക്ഷണവും ഈ സമൂഹത്തിൻ്റെ മേൽ ഈ പ്രാർത്ഥനയുടെ ഈ വചന പ്രഘോഷണത്തിൻ്റെ ഈ സമയത്തിലെല്ലാം നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയായ മറിയമേ, സ്വർഗത്തിലെ സകല മാലാഖമാരെ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മുടെ
പുതിയൊരു ധ്യാനത്തിൻ്റെ അനുഭവത്തിലാണ്. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ എമ്മാവൂസിൻ്റെ നേതൃത്വത്തിൽ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി നമ്മൾ ഈ 4-5 ദിവസത്തെ ധ്യാനം സംഘടിപ്പിച്ചിരിക്കുകയാണ്. തോമസ് പോൾ ബ്രദർ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് ആരംഭിച്ചു. പക്ഷേ പുസ്തകം നമുക്ക് ആർക്കും ലഭ്യമല്ലാതിരുന്നതിനാൽ, ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു പക്ഷേ മലയാളത്തിൽ ലഭ്യമല്ലാതിരുന്നതിനാൽ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഈ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഒരു മാസം മുമ്പ്, പ്രത്യേകിച്ച് കഴിഞ്ഞ 5-ാം തീയതി 6-ാം തീയതി ആണെന്ന് തോന്നുന്നു, ഡിസംബർ 5-ാം തീയതിയാണ് ഇത് റിലീസ് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ ഒരു മാസമായി, ഇന്ന് കൃത്യമായിട്ട് ഒരു മാസമായി. അപ്പോൾ അന്ന് ഏതാണ്ട് 14 വർഷത്തിന് ശേഷം, അല്ലെ 13 വർഷത്തിന് ശേഷം നമ്മുടെ കേരള സഭയിൽ മലയാളത്തിലുള്ള പ്രസിദ്ധീകരണം, ഈ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണം സംഭവിച്ചു, അല്ലെ നടന്നു. ഞാനിന്ന് ഓർക്കുന്നത് 92 പ്രസിദ്ധീകരിച്ചെങ്കിലും 96 തന്നെ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ കഴിഞ്ഞതാണ്. ഞാൻ ആദ്യം മതബോധന ഡയറക്ടറായിരുന്ന അവസരത്തിൽ അന്നത്തെ കമ്മിറ്റിയിൽ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ വരണം എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു. അത് ട്രാൻസ്ലേഷനെല്ലാം കഴിഞ്ഞിരുന്നു. പക്ഷേ എന്തുകൊണ്ടത് പിന്നീട് പ്രസിദ്ധീകരിക്കാൻ സാധിച്ചില്ല. പിന്നെ 9 വർഷം എടുത്തു ഇതൊന്ന് സ്ക്രൂട്ടിനൈസ് ചെയ്ത് കൺഫേം ചെയ്ത് കിട്ടാൻ വേണ്ടി. കാരണം ഈ മതബോധന ഗ്രന്ഥത്തിൻ്റെ ട്രാൻസ്ലേഷൻ പ്രസിദ്ധീകരിക്കണമെങ്കിലും റോമിൽ നിന്ന് അതിൻ്റെ സ്പെഷ്യൽ പെർമിഷൻ വേണം. അതുകൊണ്ട് അതിന് റോമിലേക്ക് അയച്ചു കഴിഞ്ഞാൽ മലയാളം അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് അവിടെ ആർക്കും വായിക്കാൻ അറിയാൻ പാടില്ല. അതുകൊണ്ട് അവിടെ ആദ്യം എനിക്ക് തോന്നുന്നത് കോൺഗ്രിഗേഷൻ ഫോർ ഫെയ്ത്ത് അവർ 2-3 മലയാളികളെയാണ് ഏൽപ്പിച്ചതെന്ന് വെച്ചാൽ അവിടുത്തെ തിയോളജിയൻസ് ആയിട്ടുള്ളവരെയും ഒഫീഷ്യൽസ് ആയിട്ടുള്ളവരെയും. പിന്നീട് തിരിച്ച് ബിഷപ്സ് കോൺഫറൻസിനെ ഏൽപ്പിച്ചു. അങ്ങനെ ബിഷപ്സ് കോൺഫറൻസിൻ്റെ ഒരു കമ്മീഷനാണ് ഇതിൻ്റെ സ്ക്രൂട്ടിനി, പ്രത്യേകിച്ച് ഇത് പരിശോധിച്ച് വിശ്വാസത്തിനോ അല്ലെങ്കിൽ ട്രാൻസ്ലേഷനിൽ പോലും ആശയപരമായിട്ട് പോലും തെറ്റ് വന്നിട്ടില്ല എന്ന് കൺഫേം ചെയ്തതിന് ശേഷമാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അങ്ങനെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എത്ര വർഷം എടുത്തത്? 9 വർഷത്തോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അതുകൊണ്ട് വായിച്ചു പോകാൻ നമുക്കറിയാം ചില തരങ്ങളിലെ ട്രാൻസ്ലേഷനിൽ അർത്ഥധ്വനിക്ക് ചില കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാകാം. കാരണം ഒരേ സെൻറ്റൻസ് തന്നെ പലപ്പോഴും സ്പ്ലിറ്റ് ചെയ്തിട്ടിട്ട് മലയാളത്തിലേക്ക് വരുമ്പോൾ നീണ്ട വാക്യങ്ങൾ വന്നാൽ ബുദ്ധിമുട്ടായതുകൊണ്ട് 2-3 വാക്യങ്ങളായിട്ടൊക്കെ അത് ഭിന്നിപ്പിച്ച് അല്ലെ വിഘടിപ്പിച്ചിട്ടുണ്ട്, അല്ലെ ചെറുതാക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ചിലപ്പോൾ അർത്ഥവ്യത്യാസം അവിടേക്ക് വന്നിട്ടുണ്ട്. കാരണം ചില ഇംഗ്ലീഷ് വായിച്ചിട്ട് മലയാളം വായിക്കുമ്പോൾ നമുക്കതിൻ്റെ വ്യത്യാസം അറിയാൻ സാധിക്കും. ചില കാര്യങ്ങളിൽ അത് വ്യത്യാസമുണ്ട്. അത് ആശയം വിട്ടുപോയെന്നല്ല, പക്ഷെ ആ ആശയത്തിൻ്റെ സമ്പൂർണ്ണത ചില കാര്യങ്ങളിൽ കൈവന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇത് വായിക്കുമ്പോഴും ഒരു ഒഫീഷ്യൽ സ്റ്റഡിക്ക് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ സോഴ്സ് ബുക്ക് തന്നെ ഉപയോഗിക്കണം. ഇംഗ്ലീഷ് ബുക്ക് തന്നെ, സോഴ്സ് ഇംഗ്ലീഷ് അല്ല, പക്ഷേ എങ്കിലും ഉള്ളതിൽ ഏറ്റവും നല്ലതെന്നുള്ള നില ഇംഗ്ലീഷ് തന്നെ ഉപയോഗിക്കണം. പക്ഷേ മലയാളത്തിൽ നമുക്കിന്ന് ലഭ്യമായിട്ടുള്ള ഏറ്റവും നല്ല ട്രാൻസ്ലേഷനാണ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഏതായാലും ഇത് പ്രസിദ്ധീകരിച്ച് 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ, ഒരു ദിവസം ഉള്ളപ്പം തന്നെ നമ്മളിങ്ങനെ ഒരു കേരള സഭ ഈ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ധ്യാനം, വിശ്വാസ സത്യങ്ങളുടെ അനുഭവം അല്ലെ വിശ്വാസ സത്യത്തിൻ്റെ അവബോധത്തിലേക്ക് നമ്മൾ നയിക്കുന്ന ഒരു ധ്യാനമാണിത്. ഇതിൻ്റെ പേരെന്താണ് ഇട്ടിരിക്കുന്നത് എനിക്കറിയാൻ പാടില്ല. ഏതായാലും വിശ്വാസ സത്യങ്ങളുടെ അനുഭവത്തിലേക്ക് അല്ലെ വിശ്വാസ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു ധ്യാനമാണിത്. ഇവിടെ നമ്മൾ പരസ്യങ്ങളൊക്കെ കാണാറുണ്ട്, പ്രത്യേകിച്ച് സത്യപ്രബോധന ധ്യാനം. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മറ്റ് സഭക്കാരും അല്ലെ സമുദായങ്ങൾ പോലും ഇങ്ങനെ സത്യപ്രബോധനങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഗീതയെക്കുറിച്ച്, ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രബോധനങ്ങളെക്കുറിച്ചൊക്കെയുള്ള ധ്യാനങ്ങൾ നടക്കുകയാണ്. പക്ഷേ നമ്മുടെ കത്തോലിക്കാ സഭയിൽ ഇതുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് അത്രയും ആവശ്യം വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇത് കൂടുതൽ ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. വിശ്വാസത്തിൽ ആഴപ്പെടേണ്ടത് ഇന്നിൻ്റെ ആവശ്യമാണ്. വിശ്വാസത്തിൽ ഒരുപക്ഷെ നമ്മൾ ചിലരെങ്കിലും ചോദിക്കും, എന്തിനാ ഇങ്ങനെ ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്, എന്തിനാ ഈ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ഇങ്ങനെ ഒരു ധ്യാനം അല്ലെങ്കിൽ ക്ലാസ്സുകൾ നടത്തുന്നത് എന്ന് ഒരുപക്ഷെ നമ്മൾ ആരെങ്കിലും അല്ലെ ചിലരെങ്കിലും നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മളോടും ചോദിച്ചേക്കാം, ഇതിൻ്റെയൊക്കെ ആവശ്യം അങ്ങോട്ട് ജീവിച്ചാൽ പോരെ എന്ന് ചിലരെങ്കിലും നമ്മളോട് ചോദിച്ചേക്കാം. അവിടെ 1-2 കാര്യങ്ങൾ അറിഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ
പ്രത്യേക വിഷയത്തിലേക്ക് കടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും വിശ്വാസികളാണ്, ഇല്ലേ? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും അവിടുത്തെ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരുമാണ്, അല്ലെ ജീവിക്കാൻ പരിശ്രമിക്കുന്നവരുമാണ് നമ്മളെല്ലാവരും. അപ്പം നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഏതാനും ചില തലങ്ങളുണ്ട്. നമുക്കറിയാം, കത്തോലിക്ക സഭയിൽ തന്നെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞിരിക്കുന്നത്, പ്രത്യേകിച്ച് വത്തിക്കാൻ കൗൺസിലിൻ്റെ ദൈവാവിഷ്കരണം എന്നുള്ള ആ രേഖയുടെ 10ാമത്തെ ആർട്ടിക്കിൾ, 10ാമത്തെ ഖണ്ഡികയിൽ 10-11 ഖണ്ഡികൾ വായിക്കുമ്പോൾ ഈ വചനവുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിന്ന് തന്നിരിക്കുന്ന വിഷയം ദൈവവചനത്തെക്കുറിച്ച് എടുക്കാനാണ്. അപ്പോൾ അവിടെ പറയുന്ന വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: ദൈവത്തിൻ്റെ വെളിപാടിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. ദൈവിക വെളിപാടിന്, അല്ലെ ദൈവത്തിൻ്റെ വെളിപാടിന്, അല്ലെങ്കിൽ ദൈവിക വെളിപാടിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. So it's a human response to divine revelation. So faith is the human response to divine revelation. ദൈവത്തിൻ്റെ വെളിപാടിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമായിട്ടാണ്. ഇനി ഒന്നുകൂടെ എളുപ്പമുള്ള വാക്കി പറഞ്ഞാൽ, ആ ദൈവാവിഷ്കരണം നമ്മൾ കേട്ടിട്ടുള്ള വാക്കാണ്. നമുക്ക് വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട പ്രബോധന രേഖയിൽ ഒന്നാണ് ദൈവാവിഷ്കരണം, ഇല്ലേ? ദൈവവർബം എന്ന് പറയുന്ന ദൈവാവിഷ്കരണം. പക്ഷേ അതിൻ്റെ അർത്ഥം ഞാൻ പല കുട്ടികളോടും അല്ലെങ്കിൽ സാറുമാരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ദൈവാവിഷ്കരണം എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇല്ലേ? കേട്ടിട്ടില്ലേ? ദൈവാവിഷ്കരണം എന്ന വാക്ക് കേട്ടോ. പക്ഷേ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പ്രശ്നമായി. കാരണം എന്നാൽ ചിന്തിച്ച് വരുമ്പോൾ ചിലപ്പോൾ നമുക്കൊന്നും മനസ്സിലാകാത്ത അവസ്ഥ വരും. കാരണം ദൈവാവിഷ്കരണം ഒത്തിരി ആശയങ്ങൾ, എന്ന് വെച്ചാൽ വിശ്വാസത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും ഉൾക്കൊള്ളുന്നൊരു വാക്കാണ് ഡിവൈൻ റെവലേഷൻ എന്നുള്ള വാക്ക്. അപ്പം അതുകൊണ്ടാണ് വിശ്വാസം എന്നാൽ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയും ഇറ്റ്സ് എ ഹ്യൂമൻ റെസ്പോൺസ് ടു ഡിവൈൻ റെവലേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വെളിപാടിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ വല്ലതും മനസ്സിലാവോ? ഉടനെ ദൈവാവിഷ്കരണം എന്താണെന്ന് മനസ്സിലായാലേ അതിൻ്റെ റെസ്പോൺസ് എന്താണെന്നും പിന്നെ വിശ്വാസം എന്താണെന്ന് മനസ്സിലാവും. അപ്പം അതിനിപ്പോൾ സാധാരണ നമ്മൾ ഒരു വാക്ക് ഒന്നുകൂടെ ലൈറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വിളിക്ക് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. ദൈവത്തിൻ്റെ വിളിക്ക് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. അത് നമ്മുടെ സാധാരണക്കാർക്ക് ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു വചനമാണത്. ഇതും ദൈവാവിഷ്കരണം എന്ന പ്രബോധന രേഖയിലെ ആശയമാണിത്. ദൈവത്തിൻ്റെ വിളിക്ക് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരം. നമുക്ക് വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും സൃഷ്ടിയിലൂടെ ആ ദൈവത്തിൻ്റെ ആവിഷ്കരണവും ദൈവത്തിൻ്റെ വെളിപാടും ഏതെല്ലാം തരത്തിലാണെന്ന് നമ്മൾ ഈ മതബോധന ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നുണ്ട്. അത് വേറെ വിഷയമായിട്ട് എടുക്കുന്ന ദൈവാവിഷ്കരണത്തെക്കുറിച്ച് ക്ലാസ്സുകളുണ്ട്, പറഞ്ഞില്ല അച്ഛൻ, അത് എടുക്കും. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വിളിക്ക് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. അപ്പോൾ ഈ വിശ്വാസ ജീവിതത്തിന്, അല്ലെ ഈ വിശ്വാസ പ്രക്രിയയ്ക്ക്, ആ ഒരു യാഥാർത്ഥ്യത്തിന് പല മാനങ്ങളുണ്ട്. ദൈവത്തിൻ്റെ വിളിക്ക് മനുഷ്യൻ, അപ്പോൾ ദൈവത്തിൻ്റെ വെളിപാടിനല്ലേ വിളിക്കെന്ന് പറയുമ്പോൾ ദൈവം വെളിപ്പെടുത്തിയത് 2 തരത്തിലാണെന്നറിയാം. നാച്ചുറൽ റെവലേഷനുണ്ട്, സൂപ്പർ നാച്ചുറൽ റെവലേഷനുണ്ട്, ഇല്ലേ? ദൈവം എന്ന് വെച്ചാൽ സ്വാഭാവികമായ ദൈവാവിഷ്കരണമുണ്ട്, പിന്നെ ഏതാ അതിസ്വാഭാവികമായ ദൈവാവിഷ്കരണമുണ്ട്. നാച്ചുറൽ റെവലേഷൻ ആൻഡ് സൂപ്പർ നാച്ചുറൽ റെവലേഷൻ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ വെച്ചാൽ നാച്ചുറൽ റെവലേഷൻ എന്ന് പറയുന്നത് ഏതാണത്? ദൈവം പ്രപഞ്ച സൃഷ്ടിയിൽ ആരംഭിച്ച് ഈ സൃഷ്ടികർമ്മത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നാച്ചുറൽ റെവലേഷൻ.
അത് മനസ്സിലാക്കുന്നത് വിജ്ഞാനത്തിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിലാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. അവിടെ വിജ്ഞാന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് പറയുകയാണ്, ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിലേക്കും ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളിലേക്കും എത്താൻ ആർക്ക് സാധിക്കും? മനുഷ്യന് സാധിക്കും. ദൈവം ഉണ്ടെന്ന് പറയാൻ, ദൈവം നന്മയുള്ളവനാണെന്ന് പറയാൻ, ദൈവം സർവശക്തനാണെന്ന് പറയാൻ, അല്ലെങ്കിൽ ദൈവത്തിന് എന്ന് വെച്ചാൽ സർവസന്നിഹിതനാണ്, അല്ലെങ്കിൽ അരൂപിയാണെന്ന് പറയാൻ ഒക്കെ ദൈവികമായ അതിസ്വാഭാവികമായ വെളിപാട് ആവശ്യമില്ല. കാരണം എന്താ? ദൈവം സർവശക്തനാണെന്ന് പറയാൻ അതിസ്വാഭാവികമായ വെളിപാട് വേണോ? വേണ്ട. ഈ പ്രപഞ്ചത്തെ നോക്കിയാൽ മതി, ഈ പ്രപഞ്ചത്തിലെ ശക്തികളെ നോക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് വിജ്ഞാനത്തിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ ആ ഗ്രന്ഥകർത്താവ് ചോദിക്കുകയാണ്, ഈ പ്രപഞ്ചത്തിലെ ശക്തികളെ നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ, കാറ്റിനെയും കൊടുങ്കാറ്റിനെയും അഗ്നിയെയും അതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ ശക്തി, സൂര്യനെയും മറ്റ് ഗ്രഹങ്ങളെയും ഒക്കെ നിങ്ങൾ അതിൻ്റെ ശക്തിയിൽ നിങ്ങൾ അതിശയിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ എത്രയോ അതീതനാണ് ഇതിൻ്റെ സൃഷ്ടാവായ ദൈവം. സോ ഇതാണ് ഏത് റെവലേഷൻ എന്ന് പറയുന്നത്? നാച്ചുറൽ റെവലേഷൻ. സ്വാഭാവികമായ വെളിപാടാണ്. പ്രപഞ്ചത്തിലൂടെ, ഈ സൃഷ്ടപ്രപഞ്ചത്തിലൂടെ തന്നെ വെളിപ്പെടുത്തുന്ന ദൈവം, ഈ സൃഷ്ടപ്രപഞ്ചത്തിലൂടെ. ദിസ് കോൾഡ് നാച്ചുറൽ റെവലേഷൻ. നമ്മൾ പ്രത്യേകിച്ച് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അടിസ്ഥാനങ്ങൾ ഉറപ്പിച്ച് തന്നെ നമ്മൾ പോകണം. കാരണം വിശ്വാസത്തിൻ്റെ ആ അറിവിൻ്റെ പ്രാധാന്യം അതാണ്. അപ്പോൾ നമ്മുടെ ഈ പഠനത്തിന് അപ്പോൾ നാച്ചുറൽ റെവലേഷൻ ഉണ്ട്. പിന്നെ എന്താ? ഇങ്ങനെ പ്രപഞ്ചത്തിലൂടെ വെളിപ്പെടുത്തിയ അതേ ദൈവം തന്നെയാണ് എങ്ങനെ വെളിപ്പെടുത്താൻ തുടങ്ങിയത്? അതിസ്വാഭാവികമായ തലത്തിൽ, സൂപ്പർ നാച്ചുറൽ വേ, ഇല്ലേ? അപ്പം എന്താ? സ്വാഭാവികമല്ലാത്ത എന്ന് വെച്ചാൽ അതിസ്വാഭാവികം എന്ന് പറയുമ്പോൾ സ്വാഭാവികം അല്ലെന്നുള്ള അർത്ഥത്തിൽ വെച്ചാൽ ഇറ്റ്സ് നോട്ട് എഗൻസ്റ്റ് നാച്ചുറൽ റെവലേഷൻ, ബട്ട് ഇറ്റ് ഈസ് എബവ് നാച്ചുറൽ റെവലേഷൻ. അപ്പോൾ സ്വാഭാവിക വെളിപാടിന് അതീതമാണ് ഏത്? സൂപ്പർ നാച്ചുറൽ റെവലേഷൻ, ഇല്ലേ? അതിസ്വാഭാവികമായ we can say it is above, but it's not against. ചിലർ പറയും ഇത് കർത്താവ് പറഞ്ഞ കാര്യങ്ങളല്ലേ ഇതെല്ലാം. ഇപ്പം അതിസ്വാഭാവിക വെളിപാടെന്ന് പറയുന്നത് എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങളാണ്. പൂർവകാലങ്ങളിൽ ദൈവം നമ്മുടെ പിതാക്കന്മാരോട് പ്രവാചകരിലൂടെ സംസാരിച്ചു. എന്നാൽ ഈ അവസാന കാലത്ത് അവിടുന്ന് തൻ്റെ ഏകജാതനിലൂടെ നമ്മളോട് സംസാരിച്ചിരിക്കുന്നു. നമ്മൾ അറിയേണ്ട കാര്യമാണത്. അത് വളരെ എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1ഉം 2ഉം വാക്യങ്ങളാണത്. അപ്പോൾ അവിടെ പറയുകയാണ്, പൂർവകാലങ്ങളിൽ ദൈവം നമ്മുടെ പിതാക്കന്മാരോട് ആരിലൂടെ സംസാരിച്ചു? പ്രവാചകരിലൂടെ സംസാരിച്ചു. ഇനി അതേ ദൈവം പിന്നീട് എന്ത് ചെയ്തു? കാലത്തിൻ്റെ പൂർണ്ണതയിൽ, അല്ലെങ്കിൽ നമ്മുടെ കാലത്ത് എന്ത് ചെയ്തിരിക്കുകയാണ്? തൻ്റെ ഏകജാതനായ യേശുക്രിസ്തുവിലൂടെ നമ്മളോട് സംസാരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസത്തെ നമ്മൾ ഒരു പ്രത്യേക ആംഗിളിലൂടെ നമ്മൾ കാണാൻ ശ്രമിക്കുമ്പോൾ, വിശ്വാസം എന്താണെന്ന് ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ വെളിപാടിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. അല്ലെങ്കിൽ സാധാരണ വാക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിളിക്ക് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. അപ്പോൾ ഉടനെ നമ്മളോട് ചോദ്യം ഇതാണ്, അടുത്ത ചോദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ഇതാണ്, എങ്ങനെയാണ് ദൈവം വെളിപ്പെടുത്തുന്നത്? ഇല്ലേ? അതല്ലേ വെളിപ്പെടുത്തുന്നത്, ഇല്ലേ? അതല്ലേ നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യം. എങ്ങനെയാണ് ഈ ദൈവം എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? അവിടെയാണ് സഭ പറയുന്നത് 2 തരത്തിലാണ് ദൈവം വെളിപ്പെടുത്തുന്നത്. ഏതാണ്? സ്വാഭാവികമായ രീതിയിലും അതിസ്വാഭാവികമായ രീതിയിൽ. അതുകൊണ്ട് സെൻ്റ് അഗസ്റ്റിൻ പറഞ്ഞു, എനിക്ക് 2 ബൈബിളാണുള്ളതെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒന്ന് ഈ പ്രപഞ്ചമാകുന്ന ബൈബിൾ, രണ്ടാമത്തത് ലിഖിതമായ എന്ന് വെച്ചാൽ അതിസ്വാഭാവിക തരത്തിൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം. 2 ബൈബിളാണുള്ളത്. കാരണം നമുക്ക് പ്രപഞ്ചമാകുന്ന ബൈബിള് നോക്കിയിട്ടും അതിൻ്റെ അകത്തുനിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും?
ദൈവത്തിൻ്റെ വെളിപാടും ദൈവത്തിൻ്റെ വിളിയും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ നാച്ചുറൽ റെവലേഷൻ ആൻഡ് സൂപ്പർ നാച്ചുറൽ റെവലേഷൻ. പക്ഷെ ഇതിൽ രണ്ടിലൂടെയും വെളിപ്പെടുത്തുന്നത് ആരാ വെളിപ്പെടുത്തുന്നത്? ദൈവമാണ്. ഇവിടെ തന്നെയും തൻ്റെ പദ്ധതികളും എല്ലാം വെളിപ്പെടുത്തുവാണ്. തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ എന്താ വെളിപ്പെടുത്തുന്നത്? ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പദ്ധതികളും അവിടുന്ന് വെളിപ്പെടുത്തുവാണ്. രണ്ട് തരത്തിലാണ്. ഇപ്പോൾ നാച്ചുറൽ റെവലേഷനിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ ദൈവത്തിൻ്റെ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ശക്തി, അഭൗമമായ പ്രകൃതി, സ്വഭാവ ഗുണങ്ങൾ, ഇതെല്ലാം. അതുകൊണ്ട് സെൻറ് തോമസ് അക്വിനാസും ഒക്കെ പറയുമ്പോൾ ദൈവത്തിങ്കിലേക്ക് എത്താൻ, ഈ പ്രകൃതിയിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് എത്താനുള്ള വഴികൾ അദ്ദേഹം പറയും. ഈ പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ നിന്ന് ഈ സൗന്ദര്യത്തിൻ്റെ എല്ലാ ഉടയവനായ ദൈവത്തിൻ്റെ സൗന്ദര്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും, അല്ലേ? ഈ പ്രപഞ്ചത്തിൻ്റെ ഓർഡറിൽ നിന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനായ ദൈവത്തിൻ്റെ ആ ഓർഡർ, ദൈവത്തിന് ഒരു ഓർഡറുണ്ട്. കാരണം ദൈവം ഒരു ക്രമം, ദൈവത്തിൻ്റെ ആ ഒരു ലോജിക്കുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തികളിൽ നിന്ന് ഇതിൻ്റെ എല്ലാ ഉടയവനായ ദൈവത്തിൻ്റെ ശക്തിയിലേക്ക് തിരിയാൻ സാധിക്കും. അങ്ങനെ അതോടൊപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ ഐക്യത്തിൽ നിന്ന് ഈ പ്രപഞ്ചം എല്ലാം ഒരേ ദൈവത്തിൽ നിന്നാണ് വന്നത് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു ചെല്ലാൻ. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുന്നു, ദൈവത്തിൻ്റെ പദ്ധതികൾ അറിയുന്നു. അതുകൊണ്ടാണ് പ്രപഞ്ചം നാച്ചുറൽ റെവലേഷൻ ആണെന്ന് നമ്മൾ പറയുന്നത്. സൂപ്പർ നാച്ചുറൽ റെവലേഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അതിസ്വാഭാവികമായ ഇടപെടലാണ്. അപ്പം അത് വെളിപ്പെടുത്തലാണ്. അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിവേശനത്താൽ വെളിപ്പെടുത്തപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ഹെബ്രായർക്ക് ലേഖനത്തിൽ പറഞ്ഞത്, പൂർവ്വകാലങ്ങളിൽ പ്രവാചകരിലൂടെ സംസാരിച്ച അതേ ദൈവം നമ്മുടെ ഇതിൻ്റെ കാലത്തിൻ്റെ പൂർണ്ണതയിൽ തൻ്റെ ഏകജാതനായ യേശുക്രിസ്തുവിലൂടെ എല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഉടനെ പ്രശ്നം വരും. ഉടനെ നമ്മൾ സാധാരണ പ്രവാചകൻ എന്ന് പറയുമ്പോൾ ഉടനെ മനസ്സിലാക്കുന്നത് എന്താണ്? വാസ്തവത്തിൽ പഴയ നിയമത്തിലെ പ്രവാചകന്മാർ. അപ്പം ദൈവം സംസാരിക്കുക, അവരിലൂടെ എല്ലാം സംസാരിക്കുന്ന ദൈവമാണ്. അപ്പോൾ ആ പ്രവാചകരിലൂടെ സംസാരിച്ചതും തൻ്റെ ഏകജാതനായ യേശുക്രിസ്തുവിലൂടെ സംസാരിച്ചതും പിന്നീട് യേശുവിൻ്റെ ശിഷ്യരായ അപ്പസ്തലരിലൂടെ സംസാരിച്ച് വ്യാഖ്യാനിച്ചതുമായ കാര്യങ്ങളാണ് ഇതിലുള്ളത് വചനത്തിലുള്ളത്. അപ്പോൾ അത് ആരുടെ വെളിപാടാണ്? ദൈവത്തിന്. എങ്ങനെയുള്ള വെളിപാടാണ്? അതിസ്വാഭാവികമായ വെളിപാടാണ്. അപ്പം ഇതാണ് വിശുദ്ധ ഗ്രന്ഥം എന്നുള്ള ആ യാഥാർത്ഥ്യം. അപ്പം നമ്മളിതിൻ്റെ വെളിച്ചത്തെ വേണം നമ്മളിത് മനസ്സിലാക്കാൻ. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് പോകുമ്പോൾ ഈ വചനത്തിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ സ്ഥാനം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വീണ്ടും ഒരു കാര്യം കൂടി നമ്മൾ ആമുഖമായിട്ട് അറിയേണ്ടതുണ്ട്. അപ്പോൾ വിശ്വാസം എന്നത് ദൈവത്തിൻ്റെ വിളിക്ക് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ്. അപ്പം ആ ദൈവം നമ്മളെ ഇന്നും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അന്ന് ഈ കാലങ്ങളിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവം, മനുഷ്യരുടെ കുലത്തെ വിളിച്ച ദൈവം ഇന്നും നമ്മെ വിളിക്കുന്നത്, ആ വിളിയുടെ സ്വരം നമ്മൾ ഇന്ന് കേൾക്കുന്നത് ഏതിലൂടെയാണ്? പ്രപഞ്ചത്തിലൂടെ കേൾക്കാം. ഒപ്പം തന്നെ ഇതിലൂടെയാ? അതിസ്വാഭാവികത കേൾക്കുന്ന ഇതിലൂടെയാ? വചനത്തിലൂടെയാണ്. ദൈവത്തിൻ്റെ വചനം. ഈ ദൈവം സംസാരിച്ചത് രേഖപ്പെടുത്തിയിരിക്കുന്ന, ആത്മാവിനാൽ പ്രചോദിതമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ സമാഹാരമാണ് എന്ത്? വിശുദ്ധ ഗ്രന്ഥം.